തവനൂർ എം.എൽ.എ കെ.ടി. ജലീലിനെതിരെ യൂത്ത് ലീഗ് വിജിലൻസിൽ പരാതി നൽകി. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു.എ. റസാഖാണ് പരാതി നൽകിയത്. ഇരട്ട ശമ്പള വിവാദത്തിലാണ് പരാതി. തിരൂരങ്ങാടി PSMO കോളേജിൽ അധ്യാപകനായിരുന്ന തവനൂർ നിയോജക മണ്ഡലം എം.എൽ.എയും മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ.ടി. ജലീലിനെതിരെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ക്രമക്കേടുകളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർവീസ് ബുക്ക് തിരുത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം അടങ്ങും മുമ്പാണ് ഇപ്പോൾ ഇരട്ട ശമ്പളവുമായി ബന്ധപ്പെട്ട സംഗതികൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും തിരൂരങ്ങാടി PSMO കോളേജിൽ നൽകിയ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ 2006 മെയ് 31 വരെ അദ്ദേഹം അവിടെ നിന്നും ശമ്പളം കൈപ്പറ്റി എന്നുള്ള രേഖകളാണ് ഇത്. ഈ രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് 2006 മെയ് 31 വരെ, അതായത് 2006 മെയ് മാസത്തിൽ ആണ് MLA ആയിട്ട് ശ്രീ കെ.ടി. ജലീൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം മെയ് മാസത്തിൽ തന്നെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അതായത് ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി തന്നെ അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ സർവീസിൽ നിന്ന് ശമ്പളം വാങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ അദ്ദേഹം MLA സാലറിയും അതുപോലെ തന്നെ അധ്യാപകൻ എന്നുള്ള നിലക്കുള്ള സാലറിയും ഒരുമിച്ച് കൈപ്പറ്റി എന്നുള്ളതിൻ്റെ വിവരാവകാശ രേഖയാണ് ഇത്. ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു അഴിമതിയിൽ വരുന്നൊരു സംഗതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് ഡയറക്ടർക്ക്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, അതേപോലെ ഈ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ട് ജനറലിന് ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണ്. അദ്ദേഹം ലോകായുക്തക്കും പരാതി നൽകിയിട്ട്, കാരണം എന്താ വെച്ചാൽ ഇതൊരു അഴിമതിയുടെ ഗണത്തിൽപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ, സാമ്പത്തിക ക്രമക്കേടായതുകൊണ്ട് തന്നെ ഇതിലൊരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ സർവീസ് ബുക്ക് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ സർവീസ് ബുക്ക് തിരുത്തുന്നത് എന്ന് കൂടി സംശയിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് ഈ വാങ്ങിയ അധിക ശമ്പളമൊക്കെ ജനങ്ങൾ കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർവീസ് ബുക്ക് തിരുത്താനാണോ ഇപ്പോൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ എന്ന് സംശയിച്ചു പോകുന്നു. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണം. കുറ്റക്കാരനായാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണം. അധികമായി വാങ്ങിയ തുക തിരിച്ചടക്കുന്നതിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ വകുപ്പ് തിരിച്ച് തന്നെ കൃത്യമായി ഒരു പരാതികൾ യൂത്ത് ലീഗ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.